നമ്മൾ ഇത്രയും അധികം പേര് ഒരുമിച്ച് വരുന്ന ഒരു പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ പറയാ, ഞങ്ങളൊരു ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോസ്റ്റർ സംഭവ സ്ഥലത്ത് നിന്നും. അങ്ങനെ ഒരു സിനിമ ഞങ്ങളിത് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി നിങ്ങളും ഒപ്പം തന്നെ പ്രേക്ഷകരൊക്കെയാണ് ഞങ്ങളുടെ ബാക്കി ഇതിലെ വിധി നിർണ്ണയിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ആക്ടേഴ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ്. ആദ്യം ടെക്നീഷ്യനായിട്ട് നിങ്ങൾ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിൻഡോ ഡേവിഡ്. ഞാനാണ് എൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. എഡിറ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേരുകൾ ഇപ്പോൾ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ എല്ലാവർക്കും സമയപരിധിന് മൂലം നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിലാദ്യം നമ്മുടെ നായകൻ അങ്ങനെ രണ്ടുപേരാണ് ഇരിക്കുന്നത്. സിൻസിയർ നായക സ്ഥാനത്ത് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഡയാന ഹമീദ്, നിങ്ങളെല്ലാവരും അറിയുന്നതായിരിക്കും. നായിക ക്രിസ് വേണുഗോപാൽ, നിങ്ങൾ പല സ്ഥലങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സിനിമയിൽ വലിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ്. അതിനടുത്തിരിക്കുന്നത് അഖിലേഷ് തയ്യൂര്. ആള് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോമഡി അങ്ങനെയുള്ള കോമഡി പ്രോഗ്രാമുകളിലൂടെയും എല്ലാം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാളാണ്. ഒപ്പം തന്നെ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്ന പ്രമോദ് പടിയത്ത്. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഒരുപാട് സിനിമകൾ മനസ്സിനക്കരെ അതാണ് തോന്നുന്നു ആളുടെ ഫസ്റ്റ് സിനിമ. അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയിലാണ് ആളുടെ തുടക്കം. അങ്ങനെ അവിടെ നിങ്ങൾ ഒരുപാട് പടങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതിലൊരു മുഴുവനുള്ള ക്യാരക്ടർ ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പുറത്തിരിക്കുന്നതാണ് ജോയി കാഞ്ഞിരത്തിങ്കൽ ജോസ് എന്ന് പറയും. നമ്മുടെ പ്രൊഡ്യൂസർമാർ 4 പേരാണ്. ഇന്ത്യ സ്നേഹ പ്രൊഡക്ഷൻസ് എന്നാണ് നമ്മുടെ ബാനറിന്റെ പേര്. അതിൽ 4 പേരിൽ ഒരാളാണ് ജോയി കാഞ്ഞിരത്തിങ്കൽ ജോസ്. രണ്ടാമത്തെ ആളാണ് ജോമോൻ ജോസ്. 2 പേരും കൂടി ഉണ്ട്. ബിജോ തോമസ് തട്ടിലും അതുപോലെ പീറ്റർ വർഗീസ് 2 പേരുണ്ട്. അവർ കാനഡയിലാണ്. 4 പേര് കാനഡയിൽ തന്നെയാണ്. ഇപ്പോൾ ഇവര് നമ്മുടെ സിനിമയിലെ റിലീസിനുമായിട്ട് നാട്ടിലെത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ ബാക്കി തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഞാൻ എൻ്റെ ലെറ്റർ പറഞ്ഞെന്ന് മാത്രം. സിൻസിയർ കുറച്ച് 2 വാക്ക് സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് സിൻസിയർ. ഫോർട്ട് കൊച്ചി സ്വദേശിയാണ്. ഇത് എൻ്റെ 4ാമത്തെ മൂവിയാണ്. ഞാൻ സോളോ ലീഡ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിം. ഒരുപാട് സന്തോഷമുണ്ട്. ഹലോ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഇത്രയും പേര് അപ്പൊ ഒന്നുകൂടി പറയും. എൻ്റെ പേര് സിൻസിയർ. ഞാൻ ഫോർട്ട് കൊച്ചി സ്വദേശിയാണ്. ഇതെൻ്റെ 4ാമത്തെ മൂവിയാണ്. ഞാൻ സോളോ ലീഡ് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിം. സോ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇവിടെ എത്തിച്ചേർന്നതിൽ. ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂവി ഏറ്റവും അധികം അടുത്ത ദിവസത്തിൽ തന്നെ തിയേറ്ററിലെത്തും. നമ്മളിപ്പോൾ നോക്കുന്നത് അറൗണ്ട് 30th തിയേറ്റർ റിലീസ് എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. സോ എല്ലാവരുടെ ഒരു സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ലേറ്റായി വന്നതിൽ ഐ എം റിയലി സോറി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ പക്ഷെ എല്ലാവരും വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഇത്രയധികം ആൾക്കാർ വന്നതല്ലേ, ഇത്രയധികം ചാനൽസ് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ശരിക്കും വിളിച്ചു പറഞ്ഞു എന്നോട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, പെട്ടെന്ന് വായോ. അപ്പോൾ പിന്നെ സംഭവ സ്ഥലത്ത് നിന്നും ഇതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പ്രോമിനൻറ്റ് ഫീമെയിൽ വേഷം ചെയ്യുന്നത് ഞാനല്ല. എൻ്റെ കഥാപാത്രമാണ്. അത് ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ക്യാരക്ടറിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് 2 വാക്ക് പറയാം. അതായത് ഒരു തമിഴ് കുടുംബ പശ്ചാത്തലമുള്ള എന്നാൽ കേരളത്തിൽ വന്ന് ജീവിക്കുന്ന വളരെ ബോൾഡ് ഇൻ ദ സെൻസ് വളരെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കഥാപാത്രമാണ്. ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നല്ല കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ചിത്രം സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രം നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടും. നമ്മളെ പോലെ തന്നെ മീഡിയ മേഖലയിൽ, മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ. അതിൽ ഒന്ന് സിൻസിയറാണ് അവതരിപ്പിക്കുന്ന അല്ലേ കഥാപാത്രം. പിന്നെ പ്രമോദേട്ടനുണ്ട്. അപ്പോൾ ഇവരുടെ
കരിയറിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയുടെ വഴികളിൽ ഇവർ കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ്. ചെറിയൊരു ത്രില്ലിംഗ് മൂഡ് അല്ലെ, ഒരു ചെറിയൊരു ത്രില്ലറാണ് എന്ന് പറയാം. മറ്റു ത്രില്ലർ മാത്രമല്ല, എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ചിത്രമായിരിക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് തൃശ്ശൂരായിരുന്നു ഷൂട്ട്. തൃശ്ശൂർ വന്ന ഇവരുടെ കൂടെ ഏകദേശം 3-4 ദിവസം നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഒരു ബഹളവും ഇല്ലാണ്ട് വളരെ സമാധാനത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ വർക്ക് ചെയ്ത് പിരിഞ്ഞ ഒരു സിനിമയാണിത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, സിന്ധു ഇവരുടേതായ രീതിയിൽ എല്ലാവരും കലാകാരന്മാരുടെ, പ്രത്യേകിച്ച് അഖിലേഷ് ചേട്ടനൊക്കെ നമുക്കറിയാം എഴുത്തുണ്ട്, നന്നായിട്ട് പാടും, മിമിക്രി ഉണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നിങ്ങളെല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളിലൂടെയാണ് നമ്മുടെ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചാനലിലൂടെ നല്ല റീച്ചോട് കൂടി ചിത്രം പല വ്യൂവേഴ്സിലും എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അത്രയൊക്കെയാണ് എനിക്ക് നമ്മുടെ ചിത്രത്തെക്കുറിച്ചും നമ്മുടെ ക്രൂവിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത് അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ കമ്മിങ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഒരുപാട് ഫാമിലിയർ ഫേസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ഒരുപാട് പരിചയമുള്ള നല്ല ഫേസസ് ഉണ്ട്. വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. നമ്മുടെ സിനിമയുടെ എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പോൾ റിലീസിനോട് അനുബന്ധിച്ച് നിൽക്കുകയാണ്. എൻ്റെ പേര് അഖിലേഷ് എന്നാണ്. ഈ സിനിമയുടെ 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ് ഞാൻ. സഞ്ജു അളവള്ളി, എൻ്റെ അഖിലേഷ് തയ്യൂർ. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിതിലൊരു വേഷം അഭിനയിക്കുന്നുണ്ട്. ഗിരി എന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഈ സിനിമ ഒരു പ്രത്യേക ജോണറിൽ പെടുത്താൻ പറ്റിയൊരു സിനിമയല്ല. അതായത് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെന്റ്സും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു ഫാമിലി മൂവിയാണ്. നേരത്തെ ഡയാന സൂചിപ്പിച്ച പോലെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ചാനൽ പശ്ചാത്തലമുള്ള മൂവിയാണ്. ഒരുപാട് ചാനൽ മൂവികൾ നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. റൺ ബേബി റൺ തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും, കോമഡിയും ചെറിയ പ്രണയവും സെന്റിമെന്റ്സും ഒരു ത്രില്ലിംഗ് മൂഡും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങളും ഒട്ടനവധി പുതുമുഖങ്ങളും ഉണ്ട്. കുറേ പുതുമുഖങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവസരം ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല 4 പാട്ടുകൾ നമുക്കുണ്ട്. അതിലൊരു പാട്ട് മധുബാലകൃഷ്ണൻ ചിത്രാരുണും കൂടി പാടിയ പാട്ടാണ്, കുന്തിമണി എന്നുള്ള പാട്ട്. അത് ഞാൻ പാട്ട് ചെയ്തില്ല. അപ്പോൾ ആ പാട്ടില് പാടി അഭിനയിക്കാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇതില് ഡയാനയ്ക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഡയാനയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ടിന്റെ സീനിൽ. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പാട്ട് നമ്മുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായിട്ടുള്ള ജോമോൻ ചേട്ടൻ എഴുതിയ ഒരു പാട്ട് ഉണ്ട്. ആ പാട്ട് നമ്മുടെ അരവിന്ദ് നായരാണ്, നമ്മുടെ സ്റ്റാർ സിംഗറിലൂടെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അരവിന്ദ് നായരാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ വേറെ 2 പാട്ടുണ്ട്. ഒരു പാട്ട് ഒരു റാപ്പ് മൂഡുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് ഞാൻ തന്നെയാണ്. വിചാരിതമായി എഴുതിയതാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പാട്ട് ആവശ്യം വന്നപ്പോൾ അതിലൊരു റാപ്പ് മൂഡുള്ള ഒരു പാട്ട് ഞാൻ എഴുതി. അത് പാടിയിട്ടുള്ളത് പ്രമോദേട്ടനാണ്. പിന്നെ വേറൊരു പാട്ട് മണിച്ചേട്ടനെ പറ്റിയുള്ള, മലയാളികൾക്ക് ഇന്നും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് കലാഭവൻ മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടനെ പറ്റിയുള്ള ഒരു പാട്ടും കൂടിയുണ്ട്. അപ്പം അത് പാടിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് ഒരു സരീഷ് എന്ന് പറഞ്ഞ പുതുമുഖമാണ്. ഈ ചിത്രത്തിലെ കുഞ്ഞിമണി എന്ന പാട്ട് എഴുതിയിട്ടുള്ളത് സരീഷാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മുടെ സിനിമ ഭയങ്കര സമ്പന്നമാണ്. ഇനി ആ സിനിമ നിങ്ങളാണ് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം എല്ലാവരും സിനിമ കണ്ട് ഈ ഒരു ടീമിനെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് എല്ലാത്തരം സിനിമകളെയും ഏറ്റെടുക്കുന്ന ഒരു പ്രേക്ഷകർ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം തന്നെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാം. നമസ്കാരം. എൻ്റെ പേര് ക്രിസ് വേണുഗോപാൽ. ഈ സിനിമയുടെ സംഭവസ്ഥലത്ത് നിന്നും പറയുകയാണെങ്കിൽ ശരിക്കും ഒത്തിരി ക്ലോസ് ടു ഹാർട്ട് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ 22ാമത്തെ മൂവിയാണ്. ഒരു പക്ഷേ ഷേപ്പ് മാറുന്ന കാരണം ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഓരോ സിനിമയിലും ഓരോ ഷേപ്പ് ആയത് കാരണം അതങ്ങനെ പോകുന്നു. ശബ്ദത്തിൻ്റെ മേഖലയിലായിരുന്നു. ഒരു 14 കൊല്ലം ശബ്ദത്തിൻ്റെ മേഖലയിലായിരുന്നു.
അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, അത് വേറെ. ഈ മൂവിയുടെ ഒരു പല ജോണർ പറഞ്ഞു, ഇപ്പം നേരത്തെ പറഞ്ഞ പല ജോണേഴ്സ് ടച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എവിടെയോ ഒരു ചെറിയ ഒരു പോയിന്ററും കൂടെ വരുന്നുണ്ട്. ആ പോയിന്റർ വരുന്നത് എൻ്റെ സൈഡിൽ നിന്ന്, എൻ്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു പ്രാക്ടീസിങ് ലോയറാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിസെഫിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 66 ലക്ഷം പെൺകുട്ടികളും 88 ലക്ഷം ആൺകുട്ടികളും എല്ലാ വർഷവും മിസ്സിങ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ കുട്ടികൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല മേഖലകളിലേക്കും, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും, അത് ഫ്ലഷ് ട്രേഡ് ഉൾപ്പെടെ ടെററിസം ഉൾപ്പെടെ പോകുന്ന ആൾക്കാരാണ്. ഇതെവിടെയോ ഒരു ആംഗിൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ വന്ന സമയത്ത് ആ ക്യാരക്ടർ ഒത്തിരി അഭിനയിക്കാൻ ആഗ്രഹിച്ച എൻ്റെ അമ്മാവൻ്റെ പേരാണ് ആ ക്യാരക്ടർ. വെങ്കടേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പത്മശ്രീ വെങ്കടേശ്വര എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം ആഗ്രഹിച്ചതിൻ്റെ ഒരു ബാക്കി പത്രം പോലെയും, പിന്നെ എല്ലാവരും സുഹൃത്തുക്കളായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതും, തൃശ്ശൂരുള്ള മനയിൽ വർക്ക് ചെയ്യുമ്പോഴും, അതല്ലാതെ പിന്നെ രണ്ടാമത്തെ ഷൂട്ടിന് വരുമ്പോഴൊക്കെ എനിക്കതൊരു ഹോം കമ്മിങ് പോലെ. ഞാൻ ഒരിക്കലും ഇപ്പോൾ ഈ 22 സിനിമ എന്ന് പറയുന്നത് തെലുങ്കും തമിഴും മലയാളവും ഉൾപ്പെടെയുള്ള സിനിമകളാണ്. അപ്പം അതിൽ എനിക്ക് ഒരു ഹോംലി ഫീൽ കിട്ടിയിട്ടുള്ള ഒരു മൂവിയും കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഈ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് ആയാലും ശരി, തീം അല്ലെങ്കിൽ സ്റ്റോറി വൈസ് ഉള്ള പല ജോണേഴ്സ് ടച്ച് ചെയ്തു പോകുന്നതായാലും ശരി, ഇതെല്ലാം ശരിയായ രീതിയിൽ സിൻഡോനെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം, കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് റിയലി ഓണർ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് പ്രമോദ് പടിയത്ത്. ഞാനിതിൽ സെക്കൻഡ് ലീഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സീനിൽ 2 സീനിലേക്ക് വന്നു പോകുന്ന 1-2 ഡയലോഗുള്ള ക്യാരക്ടറുകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മലയാള സിനിമയിൽ നയൻതാരന് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയത് ഇദ്ദേഹമാണ്. ക്യാപ്ഷൻ കിട്ടിയില്ലേ? നിർഭാഗ്യവശാൽ ആ സീനിൽ കുറച്ച് കട്ട് ചെയ്ത് പോയിട്ട് ഒരു വൈറ്റ് ഷോട്ട് മാത്രമാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സിനിമാ ജീവിതം വരുന്നത്. പിന്നെ ഈ സിനിമയിലേക്ക് വന്നിട്ടുള്ളത് സൗഹൃദത്തിൻ്റെ ഒരു പുറത്താണ്. അപ്പോൾ ഒരുപാട് 100-ലധികം ഓഡീഷനുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അങ്ങനെ നിന്നിരുന്നത്. അപ്പോൾ സിൻഡോ ഡേവിഡ് എന്ന് പറയുന്ന സംവിധായകനായിട്ടുള്ളൊരു സൗഹൃദങ്ങൾ, അതിൻ്റെ ഒപ്പം ഞങ്ങൾ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നൊരു സൗഹൃദം കൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമയിലേക്ക് എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെ ഞാനിതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ സിൻസിയർ, നായകനായിട്ടുള്ള സിൻസിയർ ചെയ്തിട്ടുള്ളത് ഒരു റിപ്പോർട്ടറുടെ റോളാണ്. അതിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ളൊരു ക്യാമറാമാൻ്റെ വേഷമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ സിനിമയുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. നേരത്തെ അഖിലേഷ് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. അഖിലേഷിൻ്റെ 2ാമത്തെ സിനിമയാണിത്. ആദ്യത്തെ സിനിമ തൃശ്ശൂർ പൂരം എന്ന സിനിമയിൽ ഒരു പൊടിയൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ ക്യാരക്ടറാണ് അഖിലേഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്നത്തെ സൈസ് നല്ല തടിച്ചിട്ടുള്ള ഒരു സൈസായിരുന്നു. അതിൽ നിന്ന് 10-12 കിലോ കുറച്ചിട്ടാണ് 20 കിലോ കുറച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ ഒരിക്കൽ കൂടെ പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഇതിൽ അവസരം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മെയിൻ സ്ട്രീമിൽ നിന്നുള്ള ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സിൻഡോ ഡേവിഡ് എന്ന് പറഞ്ഞ സംവിധായകനെ സംബന്ധിച്ചിട്ടായാലും ഞങ്ങളുടെ ബാക്കി വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾക്കായാലും ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ദൃശ്യമാധ്യമം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് എങ്ങനെ പോയാലും പ്രേക്ഷകനെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്ന സിനിമയായിരിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് അദ്ദേഹം ഒരിക്കലും സിഗരറ്റ് വലിക്കുക, അതുപോലെ മദ്യപിക്കുക, അങ്ങനത്തെ ശീലമുള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, മദ്യത്തിനെതിരെ അതുപോലെ മയക്കുമരുന്നിനൊക്കെ എതിരെയായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട്.
പക്ഷെ ഒരു രംഗങ്ങളിൽ പോലും ഞങ്ങൾ പുകവലിക്കുന്നതോ മദ്യപിക്കുന്നതായിട്ടുള്ള ഒരു രംഗം പോലും ഈ സിനിമയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരെന്നോ പുകവലി ആരോഗ്യത്തിന് ഹാനികരെന്നോ എഴുതി കാണിക്കേണ്ടി വന്നിട്ടില്ല. അതൊരു എന്താ പറയാ, ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകും എന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട്. പിന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പൊ സിനിമ നിൽക്കുന്നത് നിങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ വലിയൊരു സപ്പോർട്ടിന്റെ പുറത്ത് തന്നെയാണ്. അപ്പൊ ഒരുപാട് ആളുകൾ നിങ്ങളുടെയൊക്കെ റിവ്യൂസ് കണ്ടിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടൊക്കെ തന്നെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പൊ ഞങ്ങളെ പോലെ ഒരു പുതിയ കുറെ ആളുകൾ, പുതിയതായിട്ട് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് കുത്തുന്ന ഒരു പുതിയ ടീം, എന്നാൽ കുറെ കാലങ്ങളായിട്ട് സിനിമയുടെ പുറകിലും മുന്നിലൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെ. അപ്പൊ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. വലിയ സന്തോഷമുണ്ട്. കാരണം ഈ നിരയിലിരിക്കുന്നവരും ആ നിരയിലിരിക്കുന്നവരും വളരെ വലിയ സ്റ്റാർസാണ്. ഞങ്ങൾക്ക് ഇതൊരു പുതിയൊരു അനുഭവമാണ്. ഇത് ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. അപ്പം ഞങ്ങളിതിൻ്റെ ആദ്യത്തെ ഘട്ടം ആദ്യം അത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വളരെ ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ അപ്പോൾ കുറച്ച് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് ചെയ്യാമെന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം നമുക്ക് ലഭിച്ച താരങ്ങളാണ് ഈ ഇരിക്കുന്നവർ. പ്രമോദേട്ടൻ വളരെ എളിമയോട് കൂടി പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ നേരത്തെ അഖിലേഷ് പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പല സിനിമകളിലും കാണുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പം ഈ അവസരത്തിൽ ഏറ്റവും സന്തോഷം, ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി ഇനിയിപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത 2 പ്രൊഡ്യൂസേഴ്സും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ജോമോൻ, ഇത് ജോയേട്ടൻ, പിന്നെ ബിജോ ഉണ്ട്, പിന്നെ പീറ്റർ വർഗീസ്, അങ്ങനെ 4 പേരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇങ്ങനൊരു ഇതിന് നിങ്ങളെല്ലാവരും വന്നതും അതുപോലെ ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ വലിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രമോദൻ പറഞ്ഞ പോലെ നിങ്ങളാണ് ഇതിൻ്റെ ഒരു പിന്നെ പ്രചാരകരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും. നല്ല സിനിമകളും പിന്നെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റുകളിലേക്ക് ഞങ്ങൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കും. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. താങ്ക്സ്. ഇതിനൊപ്പം തന്നെ നമ്മൾ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ ലാൽജോ സാറ് എന്താ പറയുക, ഒരു ലെജൻഡ് ഡയറക്ടറാണ്. അദ്ദേഹം നമ്മുടെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ തയ്യാറാവാന്ന് പറയുമ്പോൾ നമ്മൾ ഈ തുടക്കക്കാർക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ സുധീർ കരമന, സുനിൽ സുഗത, അങ്ങനെയുള്ള ഞാൻ പേര് വിട്ടുപോകുന്നതുകൊണ്ട് കാരണം എല്ലാവരും എടുത്ത് മനസ്സിലാക്കും. അജിത്ത് കൂത്താട്ടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദൃശ്യത്തിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ. പക്ഷേ സിനിമയിൽ നമ്മളൊരു സ്ട്രോങ് ക്യാരക്ടറാണ്. അദ്ദേഹം ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്, പക്ഷെ ആൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ ശ്രീകാന്ത് അശ്വതി ചേച്ചി, ആളൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ശശാങ്കൻ, പിന്നെ എടുത്തു പറയാന്ന് വെച്ചാൽ ശിവജി ഗുരുവായൂർ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം പോസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. പിന്നെ കാനഡയിലുള്ളതാണ് ആള്, ജെൻസൺ എന്നൊരു ക്യാരക്ടറാണ്. ആള് ബെൻസൺ അത്യാവശ്യം സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ആൾ തന്നെയാണ്. അവർ കാനഡയിലായിരുന്നു, നമ്മൾ ഷൂട്ടിൻ്റെ ഒരു ഭാഗം കാനഡയിലുണ്ടായിരുന്നു. അവിടെ അഭിനയിച്ചിട്ടുള്ള 2 പേര്, വേറെ കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ജോമോൻ ചേട്ടൻ, ഇവരെല്ലാവരും ജസ്റ്റ് തല കാണിച്ചിട്ടുണ്ട്. കാനഡയിൽ ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ മീമു, നമ്മുടെ മൃണ്മയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബമ്പർച്ചിരിയിലൊക്കെ ആയിട്ടുള്ള അവള് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്കൊരു പറയാം 10-ന് മുകളിൽ മെയിൻ സ്ട്രീം താരങ്ങൾ നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ മെയിൻ സ്ട്രീമിലുള്ള വലിയ താരങ്ങൾ വരുമ്പോൾ എങ്ങനെ അവരോട് ഞാൻ പറയും, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരത് മുന്നേ മനസ്സിലാക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ സാറും അങ്ങനെയുള്ള എല്ലാവരുടെ കേസും കൂടി പറയുന്നത്, അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് നമ്മളോട് പറയും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞാൽ അവർ പറയും നിനക്ക് ഓക്കെ അല്ല, നീ ടെൻഷൻ ഉണ്ടെങ്കിൽ നോക്കാം, നമുക്ക് വേറെ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും സപ്പോർട്ട് അവർ തരുന്നുണ്ടല്ലോ, പിന്നെ എന്താ പറയുക, ആ ഒരു സന്തോഷം എങ്ങനെ അവരുടെ അടുത്ത് ഞാൻ നന്ദി പറയേണ്ടതാണ്. അത് പറയാനുള്ള വേദി ഇതല്ലാന്നറിയാം. എങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തവരോട്
നന്ദി പറഞ്ഞാൽ തീരില്ല, അത്രയും സപ്പോർട്ടാണ്. എല്ലാ രീതിയിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വേറെ കൂടുതൽ. പിന്നെ ഇപ്പോൾ റിലീസിൻ്റെ കേസ് നമ്മൾ ആദ്യം 9-ാം തീയതിയാണ് റിലീസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വയനാട്ടിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ നമ്മൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങുന്നതിനേക്കാളും അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന വന്നതിൻ്റെ പുറത്ത് നമ്മളിലുള്ള പലരും അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. സഹായ പ്രവർത്തനങ്ങളും ഇപ്പം നമ്മുടെ അവിടെ ഉണ്ടാകുന്ന സ്കൂളുകളിലൊക്കെ ക്യാമ്പ് തുടങ്ങുമ്പോൾ അവിടെ പോയി സഹായിക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ നിർത്തിവെച്ചു. പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചിട്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ ഒന്ന് ഒരു ഇത് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ സമയത്ത് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം കൂടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായം അവർ പറഞ്ഞു. അത് അവർ തന്നെ പറയും. വേറൊന്നുമില്ല, നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വയനാട്ടിലെ സഹോദരങ്ങളെ സഹായിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അത് നമ്മുടെ കടമയാണ്. അപ്പോൾ നമ്മുടെ സിനിമയുടെ തിയേറ്റർ കളക്ഷനിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു വിഹിതം വയനാട്ടിലെ സഹോദരങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് പറയുന്നത്. ഇതിന്റെ ട്രെയിലറും ടീസറും ഒന്നും കാണാൻ സാധിച്ചില്ല. ട്രെയിലറിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇറക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്നത്. നമ്മൾ ടോവിനോ തോമസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ഇറക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ മറ്റന്നാളായിട്ട് അത് നിങ്ങളിലേക്ക് എത്തും. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എത്തും. അത് കഴിഞ്ഞാൽ അതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ മധുബാലകൃഷ്ണൻ പാടിയിട്ടുള്ള കുഞ്ഞിമണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിങ്ങളിലേക്ക് എത്തും. അതിൻ്റെ തൊട്ടടുത്ത് അത് ദിവസങ്ങൾ നോക്കിയിട്ട് ബാക്കിയുള്ള പാട്ടുകളും എത്താമെന്നുള്ള രീതിയിലാണ് പനോരമ മ്യൂസിക്കാണ് നമ്മുടെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ നാളെ തന്നെ ട്രെയിലർ ഇറക്കണം എന്നുള്ള രീതിയാണ് വിചാരിച്ചിട്ടുള്ളത്. വിട്ടുപോയാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ട്രെയിലർ ഇറങ്ങും. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ ഓണറിനെ കുറിച്ചുമുള്ള ഒരു ഐഡിയ ട്രെയിലറിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ പാട്ട് ഇതുവരെ ഇറങ്ങാത്തതുകൊണ്ടാണ് ഞാൻ പാടുന്നത്. അത് മധുബാലകൃഷ്ണൻ സാറിന്റെ ഒരു സൗണ്ടിലൂടെ കേട്ടതുകൊണ്ട് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് ഒരു താരാട്ട് പാട്ടാണ്. വളരെ നന്നായിട്ടുണ്ട്. ഇപ്പം മധുബാലകൃഷ്ണൻ സാറ് പാടുമ്പോൾ നമ്മളതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അത്രയും നന്നായിട്ട് പാടുന്ന ഒരാളാണ്. ഞങ്ങളത് ആദ്യം പാടി കേട്ട് ട്രാക്കൊക്കെ പാടി സെറ്റ് ചെയ്ത് വന്നു അവിടെ സ്റ്റുഡിയോയിൽ പാടി കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ അത്രയും സന്തോഷമായി. ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ ഞങ്ങൾ പൊന്നിച്ച് പറയല്ല, അത് നല്ല രസമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് നമ്മുടെ വിശ്വാസം. ബാക്കി അത് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ കുറെ നാളുകൾക്ക് ശേഷം വന്നിട്ടുള്ള നല്ലൊരു താരാട്ട് പാട്ടാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ സുഹൃത്തുക്കളെ കേൾപ്പിച്ചപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായം ആ പാട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ ഈ ക്ലീൻ ന്യൂ സർട്ടിഫിക്കറ്റ് ഉള്ള പടങ്ങൾ, അതായത് ഇപ്പം വയലൻസ് ഇല്ല, വയലൻസ് ഒത്തിരി നമുക്ക് കുറേ ഒരു എൻഗേജ്ഡായി തോന്നുന്നതൊക്കെ കുറച്ച് വയലൻസ് അല്ലെങ്കിൽ മദ്യം തീട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് കുറേ എൻഗേജ്ഡ് ആക്കാനാണ്. ഇതൊന്നും ഇല്ലാതെ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അതിനകത്തൊരു പടത്തിന്റെ ഒരു കളക്ഷനെ ബാധിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ലേ? ഇത് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് വന്ന ഒരു ചർച്ച തന്നെയാണ്. കാരണം എല്ലാവരും എന്നോട് ചോദിച്ചു, നമുക്കിപ്പോൾ ഒരു സീൻ ലേഡീസ് ആണെങ്കിലും ടെൻഷൻ അടിച്ച് ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ കയ്യിലൊരു പേര് മുപ്പി കൊടുക്കാം, അപ്പോൾ അത് ഭയങ്കരമായിട്ട് രസം ഉണ്ടാവും എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, അത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതെൻ്റെ മാത്രം തീരുമാനമാണ്. ഞാൻ ഇത്രയും കാലം ജീവിച്ചപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ ടെൻഷൻസും പ്രശ്നങ്ങളും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും അങ്ങനെ ഒരു ലഹരി എനിക്ക് അതിനെ മറികടക്കാനായിട്ട് ആവശ്യം വന്നിട്ടില്ല. അപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ മറികടക്കാനായിട്ട് ആ സിറ്റുവേഷനിൽ അത് കാണിക്കാതെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നിടത്താണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആദ്യ സിനിമയിൽ അങ്ങനെ ചെയ്യും, രണ്ടാമത്തെ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ തീരുമാനമാണ്. കാരണം ഞാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ, അപ്പോൾ അത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്നോ അങ്ങനെയൊന്നും ഞാൻ എടുത്തു പറയുന്നതല്ല, അത് ഓരോരുത്തർ പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻസ്പിറേഷൻ അതിന് കൊടുക്കരുത് എന്നൊരാഗ്രഹം. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ സിഗരറ്റ് വലിക്കില്ലെങ്കിലും ചില സിനിമകളിൽ നല്ല ഭംഗിയുള്ള ഷോട്ടായിരിക്കും, കണ്ടു കഴിഞ്ഞാൽ ആ പുക പോകുന്നത് കണ്ട് അമ്മോ എനിക്കൊന്ന് വലിച്ചു നോക്കിയാലൊന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായി ഞാനത് ട്രൈ ചെയ്തിട്ടില്ല മാത്രം. അപ്പോൾ വരുന്ന തലമുറകൾക്ക് അത് എൻ്റെ സിനിമകളോട് തോന്നാം. അവർ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ സിനിമയിൽ കാണിച്ചില്ലെങ്കിലും അവരത് ഉപയോഗിക്കാതിരിക്കാം, അതൊക്കെ സാഹചര്യങ്ങളാണ്. പക്ഷെ എൻ്റെ സിനിമയിലൂടെ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വേണ്ട എന്നൊരു തീരുമാനമായിരുന്നു. ഞാനതിപ്പോൾ എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു.
ഇതുവരെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ സെറ്റുകളിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു പാർട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഷൂട്ട് സമയത്ത് ചിലപ്പോൾ സിഗരറ്റൊക്കെ വലിക്കുന്നവരുണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർ വരെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തത്. ഒരാൾ പോലും സെറ്റിൽ വലിച്ചിട്ടില്ല. ഇനി വലിക്കണം തോന്നി അത്രയും ബുദ്ധിമുട്ടുള്ളവര് ഒരുപാട് അകലെ പോയി നിന്ന് ആരും കാണാത്ത രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു ഇത് കണ്ടു. അപ്പോൾ അത് നമുക്ക് സന്തോഷം. കാരണം നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നവരാണ് നമ്മുടെ ഒപ്പമുള്ളവരെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം ഒരുടനീളം കേട്ടുന്ന ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്, സിനി ആർട്ടിസ്റ്റാണ്. സ്റ്റാർ മാജിക് എന്ന വലിയ ഷോയിൽ തന്നെ മലയാളികൾക്ക് പ്രിയങ്കര ഒരു നടിയാണ്. ഇപ്പോഴും സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ ക്യാരക്ടേഴ്സ് കിട്ടാനായിട്ട്? ഞാനെപ്പോഴും എനിക്ക് അനുയോജ്യമായ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇതിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു മൂവീസ് അറൗണ്ട് 30 മൂവീസ് പ്ലസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇപ്പം നമ്മുടെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രത്തിനടക്കം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കുള്ളത്, എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന, പരിശ്രമം, ഭാഗ്യം ഇതെല്ലാം കൂടെ ഒത്തു വന്നാലല്ലേ കിട്ടത്തുള്ളൂ. എനിക്കിങ്ങനെ പരാതികളൊന്നുമില്ല. സോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും കിട്ടിയതിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്, ഓക്കെയാണ്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഒരു ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ? പിന്നെ തീർച്ചയായിട്ടും അത് നമ്മൾ എപ്പോഴും ആണോ. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ട് തന്നെ ആള് ആ ഭാഗങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബ്രേക്കിംഗ് ആയിരിക്കുന്നുള്ളത്. താങ്ക് യു. അല്ല, നല്ലൊരു കഥാപാത്രം ലഭിക്കാനായിട്ട് ഞാൻ ആക്ച്വലി അത് എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ക്യാരക്ടർ തമിഴ് കുടുംബ പശ്ചാത്തലമല്ല, എന്നാൽ മലയാളം, കേരളത്തിൽ താമസിക്കുന്ന തമിഴും മലയാളം കൂടെ ഇടകലർത്തി സംസാരിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? തീർച്ചയായിട്ടും. ഇത് കണ്ടിട്ട് പലരും നമ്മുടെ ഒപ്പമുള്ളവർ കണ്ട സമയത്ത് ചോദിച്ചു, ഡബിങ് ആള് നല്ല രസമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ലാങ്ങും തമിഴ് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിച്ചു, ഇത് ആൾ തന്നെയാണോ ഡബ് ചെയ്തത്, വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പം അല്ല, അത് ആൾ തന്നെ ചെയ്താണ്. ഓ ഗംഭീരമായിട്ടുണ്ടല്ലോ, നല്ല രസമായിട്ട് ആക്ടിങ്ങിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ആ ഡബിങ്ങിൻ്റെ ഇതിലും ആളെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് കാണാം. ഇപ്പം എന്നോട് വേറൊരാള് പറഞ്ഞ് ചോദിക്കുന്നതാണ്, അതായത് കുറച്ചധികം റോള് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് കഥാപാത്രങ്ങള്. അതായത് ഇപ്പം ഷോർട്ട് ഫിലിമിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറെ അധികം ഷോർട്ട് ഫിലിം കണ്ടതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നിയെന്ന് ചോദിക്കാൻ പറ്റും? ഇല്ല ഇല്ല ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള അത് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് അല്ലേ. അപ്പം നമുക്ക് ഒരു ദിവസത്തിന് കുറേ കണ്ടന്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ എന്തായാലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സിനിമയിൽ വർക്ക് ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുകൾ ചെയ്തിട്ടില്ല. അതെ. ഇതിനകത്തും ഇപ്പം മീഡിയ റിലേറ്റഡ് ഒരു കണ്ടന്റ് വരുന്നതാണല്ലോ. അപ്പൊ അതിനകത്ത് എങ്ങനെയാ, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ ആണോ, എങ്ങനെയാ? റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി. ഇപ്പം നിങ്ങൾ നമ്മുടെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ആക്ച്വലി സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് റിപ്പോർട്ടറായിട്ടൊക്കെ എനിക്കൊരു ചോദ്യം, ഈ എംബ്രോയിഡറി വീണ്ടും അതെന്നെ എടുത്തിട്ട് വന്നിട്ട് ഇത്ര നേരം നല്ല റെസ്പോൺസ് അപ്പൊ സിൻസിയറും പ്രമോദേട്ടനുമാണ് മീഡിയ പേഴ്സണാലിറ്റി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത്. മീഡിയയുടെ കാര്യങ്ങളാണ് ഒരു മീഡിയ ഇപ്പം പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മീഡിയ എത്രത്തോളമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ചിലത് നെഗറ്റീവായിട്ട് ചെയ്യുന്നതും. ഇപ്പം നാരദ എന്ന സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് വശം എടുത്ത് കാണിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് സമൂഹം ഫേസ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണ് മീഡിയയെ കാണിക്കുന്നത്? നമ്മുടെ സിനിമയില് നോർമലി ഇപ്പൊ മലയാള സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ക്യാരക്ടേഴ്സിനോ അതല്ലെങ്കിൽ ഒരു മീഡിയ
കൈൻഡ് ഓഫ് സ്റ്റോറീസിലൊന്നും വന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. ഇത് കുറച്ച് ഒരു മൾട്ടി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറുമാണ്. എക്സാക്ട് ഒരു മീഡിയ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ മീഡിയ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈനും അല്ല. നമുക്ക് കുറച്ചധികം എലമെന്റ്സിൽ വന്നിട്ടുണ്ട്. വേറെ നേരത്തെ ഇപ്പൊ ക്രിസേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു മീഡിയ പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ആയിരിക്കാം. ബട്ട് നമ്മളപ്പോഴൊക്കെ ഈ ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ വിഷയത്തിന് ഫോക്കസ് കൊടുത്തിട്ട് ആ വിഷയത്തിന്റെ ആധികാരികത എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ മീഡിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക ചാനലിന്റെ ഷോട്ടുകൾ, ചാനലിന്റെ ഉൾഭാഗങ്ങൾ, അങ്ങനത്തെ ഒരു രീതി നമ്മുടെ മനസ്സിൽ വരും. ഇതൊരു മീഡിയ, ന്യൂസ് മീഡിയ തന്നെയാണ്, എങ്കിലും ചാനലിന്റെ ഉള്ളിലുള്ള ഒരു സെക്ഷൻ അല്ല നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ പോലെ ക്യാമറയും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചാനലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഷൂട്ടിനായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകും. ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് കണക്ട് ചെയ്യുന്നത്. ചാനലും അല്ലെങ്കിൽ ചാനലിന്റെ ഉള്ളുമായിട്ട് ഓഫീസ് സെറ്റപ്പുമായിട്ട് ഒരു ബന്ധവും നമ്മൾ സിനിമയിൽ പറയുന്നില്ല. ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, പല ഷൂട്ടിന് പോകുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതിനൂടെ അവർ അതിനെ തരണം ചെയ്ത് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയത്, മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം, പിന്നെ ക്രിസ്റ്റീന ചെറിയാൻ, ഇവർ രണ്ടുപേരും നമ്മുടെ സിനിമയിൽ നല്ല 2 ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയണേ, ഈ മീഡിയ പേഴ്സൺസ് നേരത്തെ പറഞ്ഞല്ലോ, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് ചോദിച്ചല്ലോ. എനിക്ക് തോന്നുന്നത് 2 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും 2 രീതിയിലും നമുക്ക് വേണമെങ്കിൽ കാണാം. ഒന്ന്, ഈ റിപ്പോർട്ടർ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം മറ്റുള്ള റിപ്പോർട്ടേഴ്സ് കാണാത്ത ആംഗിളിൽ കൂടെ അത്തരം കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ്, മാധ്യമങ്ങളുടെ മുന്നിലേക്കും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് അങ്ങനെ ഒരു എത്തിക്സ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് സിൻസിയർ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് മാത്രം. അങ്ങനെ അത് നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് തോന്നുന്നു. എനിക്ക് ഒക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത്. പൊതുവെ ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ സിനിമാ നടിയാണോ, സിനിമാ നടനാണോ എന്നൊക്കെ. ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ് ഒരു ഡ്രീം. അപ്പോൾ ഡയനയുടെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട്. സീരിയൽ ചെയ്യുന്നുണ്ട്, വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ്, സിനിമ. കരിയർ കൃത്യമായിട്ട് സിനിമ നോക്കാതെ എല്ലാത്തിലും പർട്ടിക്കുലർ നോക്കാതെ എല്ലാം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യുക കരിയർ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ള ഉപദേശം കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ. അത് തീർച്ചയായിട്ടും ഒരു വെൽവിഷന്റെ ഉപദേശമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ള സ്പ്ലിറ്റ് ആയിരിക്കുവാണ്. നമുക്കൊരു വൈഡ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഓൺലൈൻ മീഡിയാസിനുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനുണ്ട്, OTT പ്ലാറ്റ്ഫോംസിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്. ടെലിവിഷനിൽ അതൊരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സാണ്, കുടുംബ പ്രേക്ഷകരുണ്ട്. അപ്പോൾ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ ആർട്ടിസ്റ്റായിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് അവിടെ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സിന് ലഭിക്കുന്നു. പിന്നെ സിനിമ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മളെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യവും സ്വപ്നവുമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് സിനിമകളും ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിന് പകരം പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു ബോറിംഗ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ഐ ആം ഡൂയിങ് റൈറ്റ് നൗ. സോ അങ്ങനെ ഒരു താളത്തിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സിനിമാ താരങ്ങള് കുറച്ച് ഈഗോ കൂടുതലുള്ള ആൾക്കാരാണെന്ന് കേട്ടില്ല. ഇപ്പം ഡയാന ഇപ്പൊ ആ ഈഗോ ഒട്ടും ഇല്ലാത്ത ഒരാളാണെന്നുള്ളതാണോ പറഞ്ഞത്? അതായത് കുറച്ച് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ കുറച്ച് കുറഞ്ഞ റോളൊന്നും ചെയ്യാൻ പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഈഗോ കാണിക്കാറുണ്ട്. അല്ലല്ല, പൊതുവെ സിനിമ താരങ്ങളുടെ ഒരു പൊതുവെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ എല്ലാവരും കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ അവർ ചിന്തിക്കുമായിരിക്കും, ഇപ്പം നമ്മൾ ഈ ഒരു റേഞ്ചിലെ റോൾസ് ചെയ്തു, അതുപോലുള്ള റോൾസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കരിയർ നല്ലത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്.
അതിൽ എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ പ്രശസ്തി അത്രയും ലഭിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സാലറി അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വ്യക്തിപരമായ കാര്യമാണ്. ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ വ്യക്തിപരമായ ഒരു തീരുമാനവും ഒക്കെയാണ് അല്ലേ. ഒരുപാട് താരനിരയുള്ള സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്, വലിയ വലിയ സ്റ്റാർസിന്റെ ഒക്കെ സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്. അതുപോലും പറഞ്ഞ പോലെ അത്ര നല്ലതാണെങ്കിൽ പോലെ തിയേറ്ററിൽ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച ഒക്കെ പിടിച്ചു നിർത്തി കാണുന്നുള്ളൂ. പുതുമുഖങ്ങളുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത്രയും മാത്രം അല്ലെങ്കിൽ വലിയൊരു റഷ് ഇല്ലാത്തപ്പോഴാണ് കുറച്ചുകൂടെ നിലനിൽക്കുന്നത്. അല്ലാത്തെല്ലാം കുറെ വാഷ് ഔട്ടായി പോവുകയാണ്. അങ്ങനെയുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം? ഞാൻ പറയാം, നമ്മുടെ സിനിമ ഹലോ ഞാൻ പറഞ്ഞു, നമ്മുടെ സിനിമ ഒരുപാട് ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ മേ ബി ഇനീഷ്യൽ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും, ബട്ട് കണ്ടന്റ് ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റീസെന്റ് തന്നെ 2-3 ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ കണ്ടു, ഒരു വീക്കിനുള്ളിൽ തന്നെ തിയേറ്റർ വാഷ് ഔട്ടായി പോയിട്ടാണ്. നേരെ മറിച്ച് അത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ പടങ്ങൾ കയറി തിയേറ്റർ സക്സസ് ആവുന്നത് നമ്മൾ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് തന്നെയാണ് താരം. നമ്മുടെ സിനിമ വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് പ്രസക്തമാണ്. സോ ആ നിലയിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങളാരും ഈ പറഞ്ഞ പോലെ സ്റ്റാർ കാസ്റ്റ് പരിപാടിയൊന്നും ഇല്ലാണ്ട് വന്നിട്ട് നിങ്ങൾ ഇത് കണ്ടേ മതിയാവും എന്നൊന്നും പറയണല്ല, റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് എത്രയും ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇത് സോഷ്യലി റെലവെന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക, അതിലെന്താണ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവരിലോട്ട് അതല്ലെങ്കിൽ അടുത്തൊരു ജനറേഷനിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ആളുകളിലോട്ട് വിഷയങ്ങൾ റീച്ച് കൊടുക്കുക, റിക്വസ്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഡയറക്ടറുടെ ലാൽ ജോസിനെ പോലുള്ള ഒരു അത്രയും ലെജൻഡ് ആയിട്ടുള്ള ആളെ ഇപ്പൊ ചെറിയൊരു പടത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ വന്നു എന്നും പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ വലിയൊരു പരിചയമൊന്നും ഇല്ലാത്ത ഒരാള് സംവിധാനം ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടായോ, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു? പരിചയം എന്ന് വെച്ചാൽ ലാലു സാറിനെ മുന്നേ അറിയുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹം വന്നു ഷൂട്ട് സമയത്ത് ഞാൻ ബേസിക്കലി എഡിറ്ററാണെന്ന് മുന്നേ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കറക്റ്റ് ഓർമ്മയില്ല, ഒരു 17 കൊല്ലത്തോളം ഞാൻ എഡിറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിംസ്, ആഡ് ഫിലിംസ്, അവർ ഡോക്യുമെന്ററീസ് അങ്ങനെയുള്ള കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഡയറക്ഷൻ അറിയുന്നല്ല എങ്കിലും എങ്ങനെ ക്യാമറ വയ്ക്കും, എങ്ങനെ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നുള്ള ചെറിയൊരു അറിവ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിലൂടെ കിട്ടിയ ഒരു ഇതുണ്ട്. അപ്പോൾ അതവിടെ വെച്ചു. എന്നിട്ട് ലാലു സാറൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖം ഉണ്ടായിരുന്നു അവരൊക്കെ ഒപ്പമായിരുന്നു. കാരണം ഞാൻ ചെയ്ത് ശരിയാണോന്ന് എനിക്കോ എന്നോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ ലെജൻഡ് മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് സാറേ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ മോനെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതിലേക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചാലോ എന്നൊക്കെയുള്ള ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം അത്രയും സുഖമായിരുന്നു അത്രയും ലെജൻഡിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ഒരു ടേക്ക് കഴിയുമ്പോൾ ലാജു സാർ ഓക്കെ ആണോ എന്നല്ല ചോദിക്കുക, സിനിമയുടെ ഫേസ് നോക്കും, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി പോവാം അല്ലേ, അത് ഓക്കെ ആണല്ലോ അല്ലേ. അത് ഈ പറഞ്ഞ കറക്റ്റാണ്. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ആ ഷോട്ട് ഞാൻ അവിടെ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ റിപ്പീറ്റ് ഇട്ട് കാണുന്ന സമയത്ത് ഇതിലൊരു മാറ്റം വരുത്തിയാലോ എന്നുള്ള ചിന്ത വരുമ്പോൾ അതിൽ വിളിച്ച് സാറേ നമുക്ക് പറഞ്ഞിട്ട് എടുത്താലോ എന്ന് പറയാൻ നമുക്കൊരു ചെറിയൊരു മടി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് കാണുമ്പോൾ ആ എക്സ്പ്രഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ നമുക്ക് പറഞ്ഞോടി പോകാല്ലേ, അങ്ങനത്തെ സപ്പോർട്ട് അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ലാൽ ജോസ് സാറ് ശരിക്കും സിൻഡോ ബ്രോനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ പുള്ളിയോട് പറയുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ഒരുക്കിപ്പോയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആലോചിച്ച് ഇയാളെ എങ്ങനെയാവും ഈ ആക്ഷൻ വിളിക്കാൻ പറ്റണ്ട ഇങ്ങനെയൊക്കെ തരുന്ന പുള്ളി. കാരണം പേടിയായിട്ട് അപ്പൊ നമ്മളും ആ ഒരു ടെൻഷനിലായിരുന്നു ഇരിക്കുന്നതാണ്. പക്ഷെ പുള്ളി ഒരു പ്രാവശ്യം അവിടെ എന്തോ ഒരു കാര്യത്തിന് മാത്രം മോണിറ്റർ ഒന്ന് നോക്കണം നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും പുള്ളി സംവിധായകനെയാണ് ശരിക്ക് വീക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷോർട്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് സാറിന്റെ കഴിഞ്ഞു. അപ്പൊ സാറിന് ഓക്കെ വണ്ടി വന്നിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഞാൻ കുറച്ചു നേരം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ചു നേരം നമ്മുടെ സെറ്റിൽ ഇരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറെ നേരം ഇരുന്ന് നമ്മളോടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സെറ്റിൽ നിന്ന് പോയത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ഞങ്ങളുടെ ഒരു സിനിമയിൽ വന്ന് അഭിനയിച്ചു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും തന്നെ
സന്തോഷം തോന്നി. ആകട്ടെ, കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം എന്ന് തന്നെയാണ് ആദ്യം പറയേണ്ട കാര്യം. ഒപ്പം തന്നെ നമ്മുടെ സിനിമ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ തന്നെയാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാകുമ്പോൾ നമ്മൾ സമൂഹം തന്നെയാണ് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. അതൊരു അഭ്യർത്ഥനയാണ്, കാരണം എനിക്കൊരിക്കലും ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല. നമുക്കൊരു അഭ്യർത്ഥനയായിട്ട് വെക്കാം. എല്ലാവരും തിയേറ്ററിൽ എത്തുന്നുള്ള വിശ്വാസം തന്നെയാണുള്ളത്. തീർച്ചയായും എല്ലാവരും എത്തട്ടെ, എല്ലാവരും വിജയമാകട്ടെ. ഇനി ഒരുപാട് സിനിമകൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. So much, thank you so much. കാർ മെക്കാനിക്കായിട്ടല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ അംബാസഡർ ഏത് മോഡലാന്ന് പറയാൻ പറ്റുമോ? നല്ല ചോദ്യം. എന്നോട് ചോദിക്കാതെ എനിക്ക് അറിഞ്ഞൂടാ. ആൾക്കാരൊക്കെ എപ്പോഴായിരുന്നു? പണ്ടായിരിക്കും അല്ലേ? 1980 മോഡൽ. എനിക്കറിയില്ല. എനിക്ക് പൊതുവെ വണ്ടികളെ കുറിച്ച് അങ്ങനെ അധികം. പക്ഷെ എന്ത് തോന്നുന്നു, ഞാൻ വളരെ വിദഗ്ധമായിട്ട് വണ്ടി നന്നാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ലേ? അതെ, വേറൊരു ചോദ്യം. അത് 90s മാർക്ക് 4 മോഡലാണ്. ഈ സൂസുവിന്റെ എഞ്ചിൻ മാറ്റിയപ്പോഴാണ് ബക്കറ്റ് സീറ്റ് ആയത്. അതുവരെ അംബാസിഡറിന് സിംഗിൾ സീറ്റാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അത് ബക്കറ്റ് സീറ്റാണ്. അപ്പോൾ ലേറ്റ് 90s അതുകൊണ്ടാണ് മെക്കാനിക്കായിട്ട് അഭിനയിക്കായിരുന്നു. ഈ അംബാസഡറിന് ഇത്രയും ലവേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഞങ്ങൾ ഈ ഷൂട്ട് സമയത്താണ്. നമ്മൾ ഈ ഷൂട്ടിന് വണ്ടി എടുത്ത്, അതായത് ഒരു ബ്ലാക്ക് നല്ല ഭംഗിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ വണ്ടി പുറത്തേക്ക് ഇറങ്ങി ഷൂട്ട് നടക്കുന്ന കാണുമ്പോൾ എല്ലാവരും വന്നിട്ട് ഏതാ വണ്ടി ഏതാ, ഇങ്ങനെ അത്രയും ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ നമ്മൾ ആക്ടറെയാണോ നോക്കണത്, ഡയറക്ടർ ആരെയും നോക്കണം, പക്ഷെ അവർ നോക്കണതെല്ലാം വണ്ടീനെയാണ്. അപ്പോൾ അംബാസഡർ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഇത്രയും ലവേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ ഷൂട്ട് സമയത്ത് ശരിക്കും മനസ്സിലാക്കിയത്. അംബാസഡറിന്റെ ലാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പഴയ ഒരു കാറിന്റെ ഇന്ത്യൻ വേർഷനാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇറക്കിയ അംബാസഡർ. ലാൻഡ് മാസ്റ്റർ കമ്പനി അടച്ചുപൂട്ടി, അംബാസഡർ നിർത്തി, പ്രൊഡക്ഷൻ നിർത്തി. അത് കഴിഞ്ഞ് 2000 കഴിഞ്ഞിട്ട് UK ആകെ ഓർഡർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ കാർ അംബാസഡർ. ഞങ്ങളുടെ വിക്കിപീഡിയ അല്ല, നമ്മുടെ സ്ക്രിപ്റ്റിന്റെ സമയത്ത് സാറിനായിട്ടൊന്നും ഞാൻ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് അതിൽ എഴുതായിരുന്നു. ഡയലോഗായി പറഞ്ഞായിരുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ ഡയറക്ടറോട് ചോദിച്ചു, ബാക്കിയുള്ളവരോടൊക്കെ കുറെ ചോദിച്ചപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്ത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരു ഡിക്ഷണറി എന്ന് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് എത്ര പുസ്തകം എഴുതിയിട്ടുള്ളത്? 84 പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ എത്ര ഭാഷയാണ് സംസാരിക്കാൻ അറിയാം? 6 ഭാഷ എഴുതാനും വായിക്കാനൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്ന അങ്ങനത്തെ നിങ്ങൾ എന്ത് സംശയം ചോദിച്ചോ. ഇപ്പൊ ഞങ്ങൾ സെറ്റിലിരിക്കുന്ന സമയത്ത്, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ അത് നിൽക്കില്ല. കാരണം അതിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു വലിയ മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് വന്നു എന്നുള്ളതും, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചു നോക്കിയോ, ഏത് വിഷയത്തിനോട് ചോദിച്ചു നോക്കിയോ ഉത്തരം കിട്ടും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും സിൻസിയറും കൂടിയിട്ട് ക്രിസ്സാറിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീനില് ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. അവിടെ കട്ട് വിളിച്ചപ്പോഴും ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോ സംശയം ചോദിക്കുമ്പോ അതിനെ കുറിച്ചിട്ട് പറയും, അതിന് ഉപകഥകൾ വേറെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും ഞങ്ങളന്ന് ഏകദേശം രാവിലെ മുതൽ ഉച്ച വരെ ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഷൂട്ട് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് തന്നെ ഗംഭീരമായിട്ടുള്ള ചർച്ചകളായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഈ, അതായത് നമ്മൾ ചോദിക്കുന്ന ചില ആളുകൾ ചില വിഷയങ്ങളിൽ വളരെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള പോലെയാണ്. പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ആത്മീയതയെ കുറിച്ചിട്ടും സയൻസിനെ കുറിച്ചിട്ടും ഒരുപോലെ നമുക്ക് അറിവുകൾ ഞങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്നത്
ChatGPT പോലും 2000 നിന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റാബേസ് അപ്ഡേറ്റ് ഇല്ല. 2022 കഴിഞ്ഞ് ChatGPT ഒരു ഉത്തരം പറയില്ല. അപ്പൊ പിന്നെ ഞാൻ ChatGPT പോലും അല്ല. അതുകൊണ്ട് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്നത് മെഷീനല്ല. ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പോൾ LLM ചെയ്യുന്നു, ഒരു ഡോക്ടറൽ വർക്ക് നടക്കുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ അതിൻ്റെ എഫക്റ്റ് ആയിരിക്കാം. എന്തായാലും ഇത്രയും ആൾക്കാർ താങ്കളെ പറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക. കാരണം ഇപ്പൊ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ ഇപ്പൊ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. അതിനെ കുറിച്ച് രണ്ടു പേർക്ക് സംസാരിക്കാമോ? മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് ചൈനയിൽ നടന്ന ഒരു ഫ്ലഡ് ഡിസാസ്റ്ററിനെ കുറിച്ചാണ്. അതായത് അതിന്റെ ഫുഡ് ഫെയിലിയർ എന്ന് പറയും. അതായത് ഈ ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു ടോ ഉണ്ട്. അതായത് ഒരു വലിയൊരു പോർഷൻ ഉണ്ട്. അത് സ്ലിപ്പായിട്ട് ഇത് ഒഴുകി വരും എന്നൊക്കെയാണ് പറയുന്നത്. ടു എൻ എക്സ്റ്റെന്റ് പണ്ട് ഡിസൈൻ ചെയ്ത ഓരോ സ്ട്രക്ചറും, അത് റോഡായാലും ബ്രിഡ്ജ് ആയാലും ഡാം ആയാലും എല്ലാം സേഫ്റ്റി ഫാക്ടർ കൂട്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് അക്കാലത്ത് ചെയ്ത അവരുടെ ഒരു നന്മയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പിന്നെ ഇതിനകത്ത് പോളിറ്റിക്സ് ഉണ്ട്. ഞാൻ പോളിറ്റിക്സിൽ ഇൻവോൾവ് അല്ലാത്തത് കൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ട് യെസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചൈനയിൽ അങ്ങനെ നടത്തുന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതെല്ലാം സത്യമാണ്. ഇവിടെ ഇപ്പൊ നടക്കും എന്ന് പറയുന്നത് അത് പോളിറ്റിക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ കമന്റ്സ്. പല പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് വെറൈറ്റി ആണല്ലോ, ഇന്ത്യ സ്നേഹം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്? പ്രവാസി ആയതുകൊണ്ടാണ്? പ്രവാസി ആയതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത് അറിയാലോ. ഞങ്ങൾ 4 പേരുണ്ട്. ആക്ച്വലി പേര് സ്നേഹം പ്രൊഡക്ഷൻസ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് ബിജോ തട്ടിലാണ്. പിന്നെ അത് നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുമ്പോൾ അത് നമ്മുടെ നാട്ടിലാണ്. അതുകൊണ്ട് ഇന്ത്യ സ്നേഹം എന്നുള്ളൊരു പേരിലേക്ക് വരികയാണ് ചെയ്തത്. ഈ സ്നേഹം കൂട്ടായ്മയൊക്കെ എല്ലായിടത്തും ഉണ്ടാവട്ടെ. ഈ പേര് തന്നെ കേൾക്കുമ്പോൾ ഒരു സ്നേഹം എന്നുള്ളൊരു അതൊരു അങ്ങനെ നമുക്കൊരു കമ്പനിക്ക് ഇടാൻ പറ്റുന്ന ഒരു പേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷെ ആ ഒരു ഹൃദയത്തിന്റെ ഒരു നിഷ്കളങ്കതയിൽ നിന്ന് പുള്ളിക്കാരൻ പറഞ്ഞൊരു പേരും പിന്നെ നമ്മുടെ നാടിന്റെ പേരും കൂടി കൂട്ടിച്ചേർത്ത് വെച്ചതാണ്. അവിടെ ക്രിസ് സാറ് സംസാരിച്ചിരുന്നപ്പോ നമ്മളെല്ലാവരും കേട്ടിരുന്നു അല്ലേ? നല്ല സുഖമായിട്ട് അദ്ദേഹത്തിന്റെ സൗണ്ടും ഒക്കെ നല്ല രസമാണ്. ഈ രസം നമുക്ക് സിനിമ കാണുമ്പോൾ കിട്ടും. കാരണം സിനിമ ഞാനിപ്പോ സാറ് പറഞ്ഞ് കേട്ടോണ്ടിരുന്നപ്പോ നമ്മുടെ സിനിമ ഫൈനലൗട്ട് ഇങ്ങനെ കണ്ട കാര്യം ഞാൻ ആലോചിക്കുന്നത്. കാരണം സാറിന്റെ ആ സീൻ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ആ കണ്ടന്റ് പറയുന്നതും സാറിന്റെ ആ ശബ്ദമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഒരു 16 കൊല്ലം റേഡിയോയിൽ വർക്ക് ചെയ്തതിന്റെ കുഴപ്പമാണ്. ഞാൻ 2004 തൊട്ട് 2014 വരെ ആ ഒരു 11 വർഷം ദുബായിലെ റേഡിയോയിലായിരുന്നു. ഇപ്പോ നിങ്ങൾ കാറൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കേൾക്കുന്ന യു ആർ ലിസ്ണിംഗ് ടു ക്ലബ് FM 94.3 അതിന്റെ ശബ്ദമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള പരസ്യങ്ങളില് മലബാർ ഗോൾഡൻ ഡയമണ്ട് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി, ഇതൊക്കെയാണ് എന്റെ പണി. അതുകൊണ്ട് ശബ്ദമല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഈ പഴയ മൂവീസ് റിലീസ് ചെയ്യുന്നതിന്റെ സ്ഫടികത്തിന് വോയിസ് കൊടുത്തതും അതെല്ലാം ഈ വോയിസ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ്. അത് എന്റെ വേറൊരു ഫീൽഡാണെന്ന്. സ്ഫടികത്തില് ദ ഗോട്ട് മോഹൻലാൽ എന്ന ആ ടൈറ്റിൽ സ്ഫടികം കം ടു യുവർ തിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അന്ന് ആ ഒരു സമയത്ത് അതിന്റെ ടീസർ ഇറങ്ങിയത് ബദൻ സാർ വിളിച്ചു പറഞ്ഞിട്ടാണ്. സോ അത് ഒരു തൊഴിലാണെന്ന് മാത്രം. ഒരുപക്ഷെ ഇപ്പൊ ഈ ശബ്ദം കൊണ്ട് വലിയൊരു അതായത് ഇപ്പൊ സമൂഹത്തിലേക്ക് പുറമെ അറിയപ്പെടുന്നില്ല. ഇപ്പൊ ഒരു നടനാണെങ്കിൽ പെട്ടെന്ന് പുറമെ തിരിച്ചറിയും. ശബ്ദം കൊണ്ടുള്ള ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുറമെ അറിയപ്പെടാൻ ചാൻസ് കുറവാണ്. അപ്പൊ അത് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. റേഡിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് ചായക്കടയിൽ പോയി ചായ ഓർഡർ ചെയ്യാൻ പറ്റില്ല. അവർ ശബ്ദം ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ആ ആളല്ലേ ചോദിച്ചിരുന്ന ഒരു സമയം 2004. അതുകൊണ്ട് ശബ്ദം ഒരിക്കലും വിട്ടുപോയിട്ടില്ല. ഒരിക്കലും വിഷമമില്ല. കാരണം പല ക്യാരക്ടേഴ്സിനും ജീവൻ കൊടുക്കാൻ പറ്റി. ഇപ്പോൾ ഡ്യൂൺ എന്ന് പറഞ്ഞ സിനിമ അത് മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ ഡ്യൂക്ക് ലെറ്റോന്റെ ക്യാരക്ടറിന് വോയിസ് ചെയ്യാൻ എനിക്കൊരിക്കലും ഡ്യൂക്ക് ലെറ്റോന്റെ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശബ്ദം എത്തിക്കാൻ പറ്റും. സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ വോയിസ്, അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്ര സിനിമ ഇറങ്ങിയപ്പോൾ അതിന്റെ ടൈറ്റിൽ വോയിസ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിന് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ആരെങ്കിലും വിളിച്ചു ചോദിക്കും നിങ്ങളുടെ ശബ്ദമാണോ കേട്ടത്. ഇതിനേക്കാളും കഷ്ടം കാർ ഓടിക്കുമ്പോൾ കാറിൽ മെസ്സേജ് കേട്ടിട്ട് ഇത് നിങ്ങളുടെ ശബ്ദമാണോ ചോദിക്കാൻ. എന്റെ അല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ തെലുഗുവിൽ ഇപ്പോൾ രാമബാണം സിനിമ കഴിഞ്ഞു. അടുത്ത 2 മൂവീസ് സൈൻ ചെയ്തിട്ടുണ്ട്.
തമിഴിൽ മേധാവി റിലീസിനുണ്ട്, പാവിജയ് സാറിന്റെ മൂവിയുണ്ട്. പിന്നെ രാമബാണം ഹിന്ദിയിൽ ലോഞ്ച് ചെയ്തത്. അത് ആരാ ഡബ് ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. സോ 4 ഭാഷയായി. ആസ് എൻ ആക്ടർ 4 ഭാഷ, 22 സിനിമ. സീരിയൽ ഇതായിപ്പോ നാട്ടുകാർക്ക് കാണുമ്പോൾ മുത്തശ്ശാൻ തന്നെ വിളിക്കണം, കാരണം എൻ്റെ പേരൊന്നും അവർക്കറിയില്ല, മുത്തശ്ശനായിട്ട് മാത്രം അറിയാം, പത്തരമായിട്ടുള്ള മുത്തശ്ശൻ. അപ്പോൾ അതങ്ങ് പോകുന്നു, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു, സന്തോഷമുണ്ട്. അപ്പോൾ ശബ്ദത്തിൽ കിട്ടാതെ പോയത് ആൾക്കാരെ മുത്തശ്ശനാക്കി. 60 വയസ്സായ ലേഡീസ് ഒക്കെ വന്നിട്ട് മുത്തശ്ശ എന്ന് പറഞ്ഞ് കാലിൽ വീഴുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ. അതും അടുത്ത ഒരു സിനിമയിൽ മുത്തശ്ശനാണ്, ഡയനയുടെ മുത്തശ്ശനാണ്, അടുത്ത മുത്തശ്ശൻ. പോയിട്ട് അച്ഛനാവുള്ള പ്രായമായിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ.